ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ വന്നിട്ട് നമുക്ക് വാങ്ങിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വന്നിട്ട് വാങ്ങിൻ്റെ വീട്ടിലിട്ട് സായുവിനെ ആ ഒരു മെഡിക്കൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ അവൾ അവിടെ ഉറങ്ങുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇവന് വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് അവൻ വന്ന് അവൻ്റെ അമ്മയെ വിളിച്ചിട്ട് കുക്കിങ്ങിൻ്റെ റെസിപ്പി എല്ലാം ചോദിച്ച് ഇവൾക്ക് വേണ്ടി സൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇവൻ വന്നിങ്ങനെ സ്പീക്കർ ഇട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ടോണ്ട് സാവു വരുന്ന സമയത്തും ഇവൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാവും, നീ എൻ്റെ ഭാവി മരുമകൾക്ക് വേണ്ടി കുക്ക് ചെയ്യുകയാണല്ലേ എന്ന് പറയുന്ന സമയത്ത് സാവു വന്ന് സംസാരിക്കും കേട്ടോ. അപ്പോഴും വാങ്ങിൻ്റെ അമ്മ പറയുന്നത് എൻ്റെ ഭാവി മരുമോളല്ലേ എന്നുള്ള രീതിക്കാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോഴേക്കും വാങ്ങി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ വാങ്ങിച്ച് കട്ട് ചെയ്ത് കളയുന്നു. ഇനിയാണെങ്കിൽ വാങ്ങ ആ ഒരു കമ്പനി ചെന്നതിന് ശേഷം നമ്മുടെ വെയിനെ വിളിച്ചിട്ട് അവനാണെങ്കിൽ മാക്സിമം എത്ര ജോലി കൊടുക്കാൻ പറ്റും അത്രയും ജോലി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്, ഈ സാവുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടുള്ള കുശുമ്പോണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട്. അപ്പോൾ വന്നിട്ട് ചെന്നിട്ട് നമ്മുടെ വാങ്ങിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുക, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാവോയ്ക്ക് എന്താ നിങ്ങളെ ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ടാണോ? സാവോയ്ക്ക് എന്നെ എങ്ങനെയാണോ ഇഷ്ടമില്ലാത്തത് അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടമല്ല. മാത്രമല്ല നിങ്ങൾ ടൈം പാസിന് വേണ്ടി മാത്രമാണ് അവൾ നിങ്ങളുടെ കൂടെ നടക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ലെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കലിപ്പായിട്ട് പോവാണ് കേട്ടോ. ഈ സെയിം ടൈമിൽ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് കാണിക്കും. അപ്പോൾ ഷൂട്ടിംഗ് എല്ലാം തീർന്നുകൊണ്ട് തന്നെ അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് എല്ലാം പോകുന്ന സമയത്തും നമ്മുടെ സുഹാനാണ് എല്ലാ കാര്യം നോക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അവരെ പറഞ്ഞു വിടുക. അതിനുശേഷം നമ്മുടെ സുവാങ്ങും അതുപോലെ ഡോങ്ഡോങ്ങും ഒരുമിച്ചാണ് വീട്ടിൽ പോകാനായിട്ട് ഒരു കാറിലാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. ഈ ഒരു സെയിം ടൈമിൽ സൂവിനെ കാണിക്കും കേട്ടോ. സൂവിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ടും ഇവിടെ ഇങ്ങനെ ഷൂട്ടിംഗ് തീർന്ന കാര്യമൊക്കെ പറയുകയാണ്. അപ്പോൾ സൂ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ആ ആക്ട്രസിന് പൈസ കൊടുത്തിട്ട് പോകണ്ടെന്ന് പറയാമെന്നു. അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് പറയുകയാണ്, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്തായിരുന്നു, ആ ഒരു ആക്ട്രസ് വന്നതുമില്ല. മാത്രമല്ല ഞങ്ങൾ ആ ഷൂട്ടിങ്ങിനിടയിൽ കുറേ പേരെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അയച്ചായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഡോങ് വന്നിട്ട് ഇങ്ങനെ സുവാങ്ങിൻ്റെ അമ്മേനെ അഭിനയിപ്പിക്കുക എന്നുള്ള ഐഡിയ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ആകെ തുലഞ്ഞു പോയതാന്നൊക്കെ പറയുന്ന സമയത്തും സൂ ആലോചിച്ച് അപ്പോൾ ഡോങ് പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതല്ലേ എന്നും സൂ വന്ന് സൂവിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് ചോദിക്കുവാണ്. ഇനിയാണെങ്കിൽ അവിടെ നിന്ന് സീൻ കെട്ടാൻ നമ്മുടെ സാവുവിനെ കാണിക്കട്ടെ. അപ്പോൾ സാവു ഇപ്പോൾ ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല അവളിപ്പോൾ ഓഫീസിലൊന്നും പോകാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ചുമ്മാ ആയിരിക്കില്ല. അപ്പോൾ അവൾ വാങ്ങിനെ ഓർമ്മ വന്നിട്ട് വാങ്ങിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ അന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നല്ലേ, അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഡിന്നറിന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന് പറയുന്ന സമയത്ത് വാങ്ങ ഓൾറെഡി ഓഫീസിൽ ഇച്ചിരി തിരക്കില്ല. മാത്രമല്ല നമ്മുടെ ഓൾറെഡി പറഞ്ഞു കാണുമല്ലോ ടൈം പാസിന് വേണ്ടിയാണ് ഇങ്ങനെ വന്നിട്ട് വാങ്ങിൻ്റെ അടുത്ത് പെരുമാറുന്നതല്ല, അത് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലെന്ന് പറഞ്ഞത് ഇവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അതോടുകൂടി ഇവൻ നന്നായിട്ട് നമ്മുടെ സാവുവിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പറയുകയാണ്, ഞാൻ ഇച്ചിരി തിരക്കിലാണ്, എനിക്ക് നിനക്ക് വേണ്ടി കുക്ക് ചെയ്യാനൊന്നും സമയമില്ല. മാത്രമല്ല ഇനി നീ വന്നിട്ട് എൻ്റെ വീട്ടിലേക്കും വരണ്ട, ഞാൻ നിൻ്റെ വീട്ടിലേക്കും വരാൻ പോകുന്നില്ല, നമുക്ക് ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാൻ വേണ്ടി എന്നും പറഞ്ഞിട്ട് ഇവൻ അങ്ങ് ഫോൺ കട്ട് ചെയ്ത് പോട്ടെ. അപ്പം നമ്മുടെ സാവയ്ക്ക് മനസ്സിലാവുന്നില്ല ഇവൻ എന്തിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. ഇനിയാണെങ്കിൽ നമ്മൾ ഡോങ്ങിനെയും സുവാങ്ങിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും അവർ വീട്ടിലെത്തുമ്പോഴേക്കും ഏകദേശം രാത്രിയൊക്കെ ആയിട്ടോ. മാത്രമല്ല അപ്പോൾ നമ്മുടെ ഡോങ് പറയുന്നത്, ശരി ഞാൻ മേലേക്ക് ഒറ്റയ്ക്ക് പൊക്കോളാം, നിങ്ങളും പോയി റെസ്റ്റ് എടുക്കുമെന്ന് പറയുന്ന സമയത്ത് സുവാങ് ആണെങ്കിൽ അവൻ്റെ ആക്ടിങ് ഇടാൻ തുടങ്ങും കേട്ടോ. എനിക്ക് എന്തുവാന്ന് പറഞ്ഞോട്ടോ, അന്ന് കുറേ അടിയൊക്കെ കിട്ടിയോണമെന്നുണ്ട്, എനിക്ക് നെഞ്ചൊക്കെ ഭയങ്കരമായിട്ട് പടപടാന്ന് ഇടിക്കുന്നു, എനിക്ക് വയ്യാന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ വന്നിട്ട് ഇവളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂടുന്ന നാടകമാണ്. ലാസ്റ്റ് ഇവൻ ഇത്രയൊക്കെ അഭിനയിച്ചതല്ലേന്ന് വെച്ചിട്ട് ഇവളാണെങ്കിൽ ഇവനും കൂടി മേലെ പോവാട്ടോ. മേലെ പോയതുകൊണ്ട് തന്നെ ഇവൻ അടുത്തൊരു അഭിനയം വെള്ളം മടിയെ കയറിക്കണമെന്നിട്ട് പറയാണ്, എനിക്ക് എന്ത് പറ്റുന്നുണ്ട്, BP കൂടിയതാണോ എന്തുവാന്ന് മനസ്സിലാവുന്നില്ല, എനിക്കാണെങ്കിൽ ഒട്ടും വയ്യാന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അവൾ പറയണം, ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം, നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ, അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പോകുന്ന സമയത്ത് ഇവൻ വെച്ചാൽ ഞാൻ സോഫയിൽ കിടന്നോളാം പറഞ്ഞിട്ട് സോഫയിലങ്ങ് കിടക്കുക കേട്ടോ. ഇവൾ പോയതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അവൻ്റെ ടൈ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് വലിച്ചു വരും കേട്ടോ. അപ്പോഴേക്കും ഇവൾ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ചെന്ന് റൊമാൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവളതിന് നിന്ന് കൊടുക്കുകയും ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവൻ എന്തോ പറ്റുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് പറയും, എനിക്ക് മനസ്സിലായി, നിനക്ക് വന്നിട്ട് ഇത് പെട്ടെന്ന് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ നിനക്കിത് ഓക്കെ ആയിരിക്കത്തില്ല, ഞാൻ നിൻ്റെ പെർമിഷൻ ചോദിച്ചില്ല, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് ഞാൻ ചെയ്ത് തെറ്റാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. അപ്പം നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോങ്ങിന് അത് വല്ലാതാവുകയാണ്. ഇവൻ എന്താ പെട്ടെന്ന് റൊമാൻസ് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ ഇരിക്കുകയാണ് അവൾ നിൽക്കുന്നത്. ഈ പിറ്റേന്ന് രാവിലെ ജിമ്മിൽ വന്നിട്ട് വാങ്ങും അതുപോലെ തന്നെ നമ്മുടെ സുവാങ്ങും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നടന്ന കാര്യമെല്ലാം തന്നെ വാങ്ങിൻ്റെ അടുത്ത് സുവാങ്ങ് പറയാട്ടോ. അപ്പോൾ വാങ്ങ് പറയാണ്, ശരിയാ നീ അവളെ ഇത്രയും പെട്ടെന്ന് മുന്നോട്ട് പോയിട്ട് അവളെ നീ ടെൻഷൻ ആക്കണ്ട,
കാര്യമില്ല. മാത്രമല്ല സാവോയുടെ കണക്ക് തന്നെ എല്ലാവരും ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലെന്നൊക്കെ പറയുന്ന സമയത്തും സുവാങ് ആലോചിക്കുക, ശരിയാണ് നമ്മൾ ചെയ്തത് ശരിയാണ്, കാരണം അവൾക്ക് ഇച്ചിരി ടൈം കൊടുക്കണം, റിലേഷൻഷിപ്പ് മെല്ലെ മെല്ലെ പ്രോഗ്രസ് ചെയ്യുമെന്നുള്ളതല്ല, ഞാൻ എടുത്ത് ചാടുന്നത് ശരിയല്ലോ എന്ന് സുവാങ് ആലോചിക്കുകയാണ്. ഈ സെയിം ടൈമിൽ ഡോങ് ആണെങ്കിൽ നടന്ന കാര്യമെല്ലാം തന്നെ ഫ്രണ്ട് പെണ്ണിനെ വിളിച്ചു പറയുന്നത്. പക്ഷെ ഫ്രണ്ട് പെണ്ണ് വന്നിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഡോങ്ങിന് ആകെ ഡൗട്ട്, ഇനി എങ്ങാനും ഇവന് നമ്മുടെ അടുത്ത് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണോ, മാത്രമല്ല ഇവരുടെ സംസാരത്തിന് നമ്മുടെ അവസാനം നമ്മൾ ഡോങ് ഇങ്ങനെ വിചാരിക്കുവാണ്, ദൈവമേ ഇനി അവന് എന്തെങ്കിലും പ്രശ്നങ്ങളുകൊണ്ടാണോ അവൻ ഇന്നലെ അങ്ങനെ ഡിസ്റ്റൻസ് ഇട്ട് പോയത്, ഇത് എന്താണെന്ന് അറിയണമെന്നുള്ള ആകെ മൊത്തത്തിൽ ടെൻഷൻ ആവുകയാണ് ആ ഒരു ഫ്രണ്ട് പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഡോങ്ങിന്. എന്നിട്ടാണെങ്കിൽ അന്ന് ഈ ഒരു ബെയർ കമ്പനികൾ എല്ലാവരും വന്നിട്ട് അവിടെ വന്നിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഷൂട്ടിങ് കഴിഞ്ഞു, അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും വന്നിട്ടൊരു ടീം ടീഷർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ട് വരുന്നത്, അപ്പോൾ അവർക്ക് കപ്പിളായിട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇവള് ഈ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇവനെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പറയുകയാണ്, ഈ ലോകത്തിൽ വെച്ച് ടീഷർട്ട് ഇട്ടാൽ തന്നെ ഇത്രയും സുന്ദരിയായിട്ടുള്ള പെണ്ണ് വേറെ കാണത്തില്ല, നിനക്ക് ഇത് ഭയങ്കരമായിട്ട് സൂട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇവള് ഭയങ്കര പുകഴ്ത്തിയിട്ടൊക്കെയാണ് ഇവ മെസ്സേജ് അയക്കുന്നത്. മാത്രമല്ല അപ്പോൾ ഇവർ തീരുമാനിക്കുകയാണ് ഇനി വരുമ്പോൾ വന്നിട്ട് കപ്പിൾ ഷൂ ഇട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോലിയുടെ എല്ലാ തിരക്കും തീരുന്ന സമയത്ത് വൈകിട്ട് നമുക്ക് ഡേറ്റിങ്ങിന് ഇവിടെ വന്നൊരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ടുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുവാങ്ങും അതിനെ ഓക്കെ പറയും കേട്ടോ. അങ്ങനെ ആ ഒരു ഓഫീസിലെ മീറ്റിങ്ങിന് ഇരിക്കുകയാണ്. അപ്പോൾ ബെയർ കമ്പനികളിലെ എല്ലാവരും വന്നിട്ടുണ്ട്, മിക്കവരും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മയും സാവോയും വാങ്ങും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടു കഴിയുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ സുവാങ്ങിൻ്റെ അമ്മ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയിട്ടുണ്ട് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ. അപ്പോൾ ഇവർക്കും താങ്ക്സ് പറയുന്നുണ്ട്, ഇവരും കോർപ്പറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലപോലെ താങ്ക്സ് പറയുന്നുണ്ട്. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്തും നമ്മൾ ലാസ്റ്റ് ഇറങ്ങി പോകാൻ നിൽക്കുന്നത് നമ്മുടെ ഡോങ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയെന്ന് കൺഫേം ആക്കുന്ന സമയത്തും ഇവൻ നേരെ ഒരു വാതിലടച്ചിട്ട് ആ ഒരു മീറ്റിംഗ് റൂമിനകത്ത് വന്നിട്ട് ഇവരോട് സംസാരിക്കാൻ നിൽക്കും. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ഇവൾ പറയുകയാണ്, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നെന്നാലേ ആരെങ്കിലുമൊക്കെ അറിയും, പിന്നെ ഇത് ആകെ പ്രശ്നമായി, ഇപ്പം നമ്മൾ ക്ലയൻറ്റും അതുപോലെ തന്നെ പ്രൊവൈഡറാന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുതെന്നൊക്കെ പറയുന്ന സമയത്ത് അവൻ പറയണ ഒന്നും അറിയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇവരുടെ മാച്ചിങ് ആയിട്ടുള്ള കപ്പിൾ ഷൂ ഒക്കെ കാണിച്ചിട്ട് നിൽക്കുക കേട്ടോ. പക്ഷെ ഇത് വന്നിട്ട് സാവോയും വാങ്ങും അവിടെ നിന്ന് മാറി നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാങ്ങു പറയണേ, ഓ കണ്ടില്ലേ അവർ കപ്പിൾസായിട്ട് ഷൂസ് വരെ ഇട്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സാവോ പറയണ, നിനക്ക് എന്താ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ വാ നമുക്ക് ഒരുമിച്ചിടാന്ന് പറയുന്ന സമയത്തും ഇവളെ അവോയ്ഡ് ചെയ്യണം, അതാണ് നമ്മുടെ വാങ്ങിൻ്റെ ആവശ്യം. അപ്പോൾ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുമ്പോൾ ഇവൻ്റെ പിന്നാലെ തന്നെ സാവും അവനെ കൺവിൻസ് ചെയ്യാൻ പോവാണ്. ഇനിയാണെങ്കിൽ രാത്രി വന്നിട്ട് ഇവർ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡേറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവള് തീരുമാനിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുന്ന സമയത്ത് അവിടെ ഹായും അതുപോലെ ഓഫീസിൽ 2-3 പേരോട് പേരിട്ടാം. അപ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ റോങ്ങിന് ദൈവം എവിടെ ചെന്നാലും പരിചയമുള്ളവരാണല്ലേ, നമുക്കെന്നാൽ ഇവിടെ റെസ്റ്റോറൻറ്റിലൊക്കെ ഇരിക്കേണ്ടത്, നമുക്ക് വീട്ടിൽ പോയിട്ട് തന്നെ എന്തെങ്കിലും വെച്ചൊരുക്കി തിന്നാന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു പോവാണ്. ഇനിയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പെണ്ണ് ഓൾറെഡി ലിവിങ് ടുഗദറിന് വേണ്ടിയിട്ട് ചെങ്ങൻ്റെ കൂടെ മാറിയല്ലോ. അപ്പോൾ ഫ്രണ്ട് പെണ്ണിന് വന്നിട്ട് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് എടുത്തില്ല ഡയറക്ടർ. അപ്പോൾ ആളെന്തൊരു TV ഷോയിൽ സംഭവമുണ്ട്, നമ്മുടെ ഡോങ് തന്നെ ഇവിടുത്തെ ഓക്കെ ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഷോയിൽ ഒരു അവസരം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഡയറക്ടറുടെ അടുത്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് പെണ്ണ് ആരുടെ അടുത്തോ വിളിച്ചുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് ചെങ്ങാണെങ്കിൽ ബ്രഷ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇവളുടെ ഏതോ ഒരു മുടി ജസ്റ്റ് ആ ഒരു വാഷ് ബേസിന് കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അവൻ്റെ ആ ഒരു അസുഖത്തിൻ്റെ ഏറ്റവും ഒരു മൂർധന്യ അവസ്ഥ ഒന്ന് നോക്കി നോക്കണേ. ഇവനാണെങ്കിൽ ഭയങ്കര ക്ലെൻലിനെസ് വേണം, ഇച്ചിരി OCD അസുഖമൊക്കെ ഉണ്ട്. ഇവൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ആ ഒരു മുടിധാരടക്കം എടുത്ത് കളയുന്നത്. അവൻ അത്രയും ഇറിറ്റേഷനാണ്, ഇച്ചിരി വൃത്തികേട് കണ്ടാൽ പോലും. അപ്പോൾ അത്ര ലെവലിലാണ് നമ്മുടെ ചെങ്ങിൻ്റെ അവസ്ഥ. ഇനിയാണെങ്കിൽ നമ്മൾ ഡോങ്ങും സുവാങ്ങും വീട്ടിൽ വന്നതിന് ശേഷം കുക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡോങ്ങിന് വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയത്തില്ല കേട്ടോ. അവൾ ഇങ്ങനെ നൈസിന് കുക്ക് ചെയ്യും, അല്ലാതെ തന്നെ വലിയ കാര്യമായിട്ടൊന്നും കുക്കിങ് ചെയ്യും. പക്ഷെ നമ്മുടെ സുവാങ് അങ്ങനെയല്ല, അവൻ നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളാണെങ്കിൽ എല്ലാം കഴുകി കൊടുക്കും, അസിസ്റ്റന്റ് പറയുന്നത് ഇവനാണ് ഇതെല്ലാം കുക്ക് ചെയ്യുന്നത് കേട്ടോ. കുക്ക് ചെയ്ത് കഴിയുന്ന സമയത്ത് സുവാങ് പറയണം, അല്ല ഇവിടെ വന്നിട്ട് ഏതോ ഒരു ഷെഫ് ഡോങ് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു, പക്ഷെ ഇപ്പം ആരാണോ കുക്ക് ചെയ്തതെന്ന് പറയുന്ന സമയത്തും ഇവളിങ്ങനെ കളിയാക്കിയില്ലേ. അപ്പോൾ ഇവള് പറയും, ഇത് ഈ ടൊമാറ്റോ സലാഡ് ഞാൻ ഉണ്ടാക്കിയത്, മാത്രമല്ല ഞാൻ ഈ പച്ചക്കറി എല്ലാം കഴുകി തന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമാണ്, അപ്പം എൻ്റെ കൈ അതിൽ പതിഞ്ഞ്, അപ്പോൾ ഈ ഡിഷിലൊക്കെ എൻ്റെയും കഴിവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ അതൊക്കെ ന്യായീകരിക്കാൻ നിൽക്കുക കേട്ടോ. എന്നിട്ട് അവരവിടെ തന്നെ വെച്ചിട്ട് റൊമാൻസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇവൻ പിന്നെയും ഒരുമാതിരി തടസ്സം പറയുന്ന സമയത്ത് ഇവൾ ആലോചിക്കുക, ദൈവം ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇവൻ ഇങ്ങനെ വിടുവാണെങ്കിൽ ഇവൻ ചിലപ്പോൾ വേറെ വല്ല പെണ്ണുങ്ങളെയും പിന്നാലെ പോകും, അതുകൊണ്ട് ഇവൻ എങ്ങനെയെങ്കിലും വളയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഇവൾ കുറേ വൈന് ഒഴിച്ചു കൊടുക്കുക. പക്ഷെ ഇവൻ ആദ്യമൊന്നും കഴിക്കാൻ റെഡി ആവത്തില്ല. ലാസ്റ്റ് ഇതും പറഞ്ഞിട്ട് ഇവനെ കൊണ്ടും കുടിപ്പിക്കുകയാണ്. ഇവള് കുടിക്കണ്ടെന്ന് വിചാരിച്ച് ഇവളും കുടിക്കുക. ലാസ്റ്റ് കുടിച്ച്
ഇവൾക്കും ബോധമില്ല അവനും ബോധമില്ല കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ പറയണമെന്നുണ്ട്, ലിവിങ് ടൂതർ പോലെ സ്റ്റേ ചെയ്യാന്നുള്ള കാര്യം പറയണമെന്നുണ്ട്. പക്ഷെ ബോധമുള്ളപ്പോൾ പറയാനുള്ള ധൈര്യമില്ലല്ലോ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയണം, ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോവാതെ ഇവിടെ സ്റ്റേ ചെയ്തോടെ ചോദിക്കുന്ന സമയത്ത് ഇവനും പറയണം, നിനക്കതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ അതിനെ മറുത്തൊന്നും പറയത്തില്ലെന്ന് പറയാം കേട്ടോ. ആ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.